അപ്പോൾ ഇനി ഇപ്പം രണ്ടുപേരും ഇതിനു മുമ്പ് വേറെ കുറേ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. അപ്പം അതിൽ നിന്ന് തമിഴിലോട്ട് ഒരു ഫസ്റ്റ് മൂവി അങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് എന്താ തോന്നിയത്? ലാംഗ്വേജ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാംഗ്വേജ്? അല്ല, ഇതിൽ പിന്നെ അധികം ഡയലോഗ്സ് നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഉള്ളത് മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് മാത്രമേ. ഒരു സർവൈവൽ മൂവിയാണല്ലോ, അപ്പൊ എല്ലാം ആ സ്ട്രഗ്ലിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തമിഴ് ചെറുതായിട്ടൊക്കെ അറിയായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്ത സിനിമ തമിഴാണ്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് ഷൂട്ട് കംപ്ലീറ്റ് ആയില്ല. അപ്പം അന്ന് അത് ഫുൾ ഇങ്ങനെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഫുൾ ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു, ഹീറോ ആയിരുന്നു അതിൽ. അപ്പോൾ ഞാനത് തംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി പഠിച്ച് അങ്ങനെ ആ ഒരു തമിഴ് കുറച്ചൊക്കെ അറിയാം. പിന്നെ നമ്മൾ തമിഴ് സിനിമകളൊക്കെ എപ്പോഴും കാണുന്നതാണ്. സംസാരിക്കാൻ കുറച്ചൊക്കെ അറിയാലേ, അത് പിടിച്ചിട്ട് അങ്ങോട്ട്. അതെ 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 അതെ. അപ്പൊ അഞ്ചു എങ്ങനെയായിരുന്നു? ലാംഗ്വേജ് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു? ലാംഗ്വേജ് നമ്മള് ഈ ഫ്ലൈറ്റ് കയറി അഡ്ജസ്റ്റ് ചെയ്ത് വർത്താനം പറയുന്നത് പോലെയല്ല നമ്മള് ഒരു കാരണം തമിഴ് അവിടെ വരെ നമുക്ക് അത്ര പാസഞ്ചേഴ്സ് ഒന്നും തമിഴ് സംസാരിക്കുന്നവരില്ല. കാരണം ഞാൻ കാലിക്കറ്റ് നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറമേ പോകുമ്പോഴാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വന്നില്ല. കാരണം നമ്മളൊരു 90% ഉണ്ടാവില്ല, 80% അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത കാലിക്കറ്റിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ ബാക്കി 20% ആയിരുന്നു തെങ്കാശിയിലും അവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല ആക്ച്വലി ഇതൊരു തമിഴ് മൂവിയാണ് നമ്മൾ ചെയ്യുന്നതെന്നില്ല. കാരണം നമ്മുടെ ക്രൂ എല്ലാം മോസ്റ്റ്ലി ലൈക്ക് ഒരു 90% അവരും മലയാളികളാണ്. പിന്നെ ഡയറക്ടർ ഹാഫ് തമിഴിനും മലയാളി അങ്ങനെ മിക്സാണ്. അപ്പൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നൈയിൽ പോയിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴാണ് ഞാൻ അതെ ഇത് പണിപ്പാളി. കാരണം അവര് പ്രോപ്പർ തമിഴാണ് അവർ പറയാ. അപ്പൊ അവർ പറയും ഇല്ല നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോളൂ എന്നാലും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നമുക്കത് വരില്ല. കാരണം നമ്മളെ ഒരു നെക്സ്റ്റ് പേഴ്സൺ തമിഴിൽ സംസാരിക്കുമ്പോൾ നമ്മളും അത് ട്രൈ ചെയ്യും. പ്രത്യേകിച്ച് ഞാനത് ട്രൈ ചെയ്യും ആ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി. എന്നാൽ അഖിൽ അങ്ങനെയല്ലായിരുന്നു. അഖിൽ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഓഡിയോ ലോഞ്ച് നടന്നിരുന്നപ്പോ ഞാൻ കുറച്ച് സംഭവങ്ങൾ എഴുതി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് വന്നപ്പോ അത് തന്നെ എടുത്ത് അലക്കി. പക്ഷെ അവരിങ്ങോട്ട് ഓരോന്ന് ചോദിക്കുമ്പോ പിന്നെ നമ്മള് പുതിയ പഠിച്ചതല്ലാത്ത വേറെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ ഞങ്ങൾ പാസ് ചെയ്യും. അപ്പൊ ഞാൻ പറയും യെസ് സർ, ഡയറക്ടർ സർ പറയാം. ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കണ്ടുകഴിഞ്ഞാൽ കോമഡിയാണ്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മറ്റേ ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതെ, ഞാൻ തിരയിലെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ അത് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇരുന്ന് ചിരിക്കും. പക്ഷെ അഖിലിനെ സംബന്ധിച്ച് അഖിൽ ഭയങ്കര പ്രിപ്പേർഡ് ആയിട്ട് ലൈക്ക് എല്ലാം ഇരുന്ന് എന്നിട്ട് ഞാനത് കോപ്പിടിക്കാൻ പോകും. ഞങ്ങൾ നൈറ്റിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇതൊരു റീഡ് ചെയ്യുന്ന സംഭവമുണ്ട്. മൂപ്പരാണ് അവിടെ ഇരുന്ന് വായിക്കും. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ഓക്കെ കുറച്ച് പോയിന്റ്സ് കിട്ടി, എന്നിട്ട് അത് ഞാൻ എഴുതി വെക്കും. അത് എന്നിട്ട് എടുത്ത് പറയും. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയാ പഠിക്കുക. പക്ഷെ എന്നാലും നമുക്ക് വലിയൊരു ബാരിയറായിട്ട് ലാംഗ്വേജ് തോന്നിയിട്ടില്ല. ലൈക്ക് സിനിമയുടെ മേക്കിംഗ് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയായിരുന്നോ? കുറച്ച് മീൻസ് തമിഴാകുമ്പോൾ കുറച്ചും കൂടെ അവരുടെ ഒരു കൾച്ചറിലോട്ടും കൂടെ മിക്സ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ചെയ്തത് ഒക്കെ നോർമലായിട്ട് പോകുന്ന ഒരു നാട്ടിൻപുറം പയ്യൻ, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളെ ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇത് ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെടാം, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫിസിക്കൽ എഫേർട്ടും കാര്യങ്ങളും കൊടുക്കേണ്ടി വന്നൊരു സിനിമ തന്നെയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങും രസമായിരുന്നു. നമ്മളെ എത്രത്തോളം ഫിസിക്കൽ എഫേർട്ട് ഉണ്ടെന്ന് നമുക്ക് നല്ല രസത്തിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ഭാഗ്യം കൊണ്ട് വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല. എന്റെ മാത്രം ഒടിഞ്ഞു. അത് വലിയൊരു സ്റ്റോറിയാ, ഞാനിപ്പോ പറയുന്നില്ല. അത് സിനിമ എന്തായാലും അറിയാം. അത് അഞ്ചു ഞാനും ഗ്രൂപ്പില്ലാണ്ട് തന്നെയാണ് മൊത്തം ചെയ്തത്. ഈ റോപ്പിൽ നിന്ന് വീഴുന്ന സീൻസ് ആയാലും അതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വില്ലൻ ഹീറോ കൊണ്ടിങ്ങനെ തള്ളിയിടുന്ന ഒരു സംഭവമൊക്കെ. അപ്പോൾ ഒരു ഡ്രമ്മിലടിച്ച് വീണ്ടും തിരിഞ്ഞു മറിഞ്ഞു വരുന്ന ഇങ്ങനെ. അപ്പോൾ ഇത്തിരി റിസ്ക് ഉള്ള സംഭവം തന്നെയായിരുന്നു. ബെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാറയിലൊക്കെ വന്ന് ഇടിച്ച് എന്തെങ്കിലുമൊക്കെ പറ്റും. ബെഡിൽ അതും കുറേ സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഫൈറ്റ് മാസ്റ്റർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ജാക്കി സർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് പറഞ്ഞുതരും.